മറ്റൊന്ന് ഈ ശശി തരൂർ എം പി അദ്ദേഹത്തിന് ഒരു സവർക്കറുടെ പേരിൽ ഒരു അവാർഡ് കണ്ടുകൊണ്ട് അദ്ദേഹം സ്വീകരിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ സ്വീകരിക്കുന്നില്ല എന്നായിരുന്നു അവസാനത്തെ വാർത്ത. സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താണ് അതിനുള്ള പ്രതികരണം? അല്ല, സ്വീകരിക്കുന്നോ ഇല്ലയോ എന്നുള്ള അദ്ദേഹം തീരുമാനിക്കേണ്ടത്. ചിലർക്കതിപ്പോ കുറെ പേര് അത് സ്വീകരിച്ചുകൊണ്ട് അവാർഡ് സ്വീകരിച്ചില്ലെങ്കിലും ആ പ്രത്യയശാസ്ത്രം സ്വീകരിച്ചുകൊണ്ട് അവിടെ എം പിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് BJPക്ക് അകത്ത് തന്നെ. സവർക്കറുടെ അവാർഡ് സ്വീകരിക്കുന്ന അതിൽ അവാർഡല്ല, ആ പ്രത്യയശാസ്ത്രം പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ടാണ് കുറേ പേർ ഇപ്പോൾ മുഖ്യമന്ത്രിമാരും അതുപോലെ തന്നെ എം പിമാരും ഒക്കെ ആയിട്ടിരിക്കുന്നത്. ചിലര് അത് ഇപ്പം എടുത്തിട്ടില്ലെങ്കിലും മനസ്സുകൊണ്ട് അത് സ്വീകരിച്ച് കേരളത്തിൽ കോൺഗ്രസിൽ തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. കോൺഗ്രസിൽ ഇപ്പോൾ ഉള്ള സൗകര്യം RSSന്റെ പ്രത്യയശാസ്ത്രത്തെ പിന്തുണച്ചുകൊണ്ടും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കോൺഗ്രസിനകത്ത് വന്നിട്ടുണ്ട്. പണ്ട് ഒരു ദ്വയാംഗത്വ പ്രശ്നം ജനതാ പാർട്ടിയിൽ വന്നിരുന്നു. ജനസംഘത്തിലും അതോടൊപ്പം തന്നെ RSSൽ പ്രവർത്തിക്കുന്ന സംബന്ധിച്ച് അന്ന് ജനതാ പാർട്ടിക്കകത്തൊരു തർക്കം വന്നിരുന്നു. അതേപോലെ പ്രശ്നം ഇപ്പോൾ വരുന്നുണ്ട്. മനസ്സുകൊണ്ട് ദ്വയാംഗത്വം എന്നുള്ള പ്രശ്നം പ്രത്യയശാസ്ത്രപരമായി RSSനെ അംഗീകരിക്കുന്നു, രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഇപ്പോഴും കോൺഗ്രസിൽ തുടരുന്നു. അതാണ് പലരുടെ കാര്യത്തിലും കാണുന്നത്. അതാണ് ഇന്ന് നമ്മുടെ നാട് അഭിമുഖീകരിക്കുന്ന ഗൗരവമേറിയൊരു പ്രശ്നം.